ഫസ്റ്റ് നമുക്ക് ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പറയാം. ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം, എന്തും സംഭവിക്കാം പശ്ചിമേഷ്യയിൽ എന്നതാണ് ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. സായികുമാർ, അത് തന്നെയാണ് സാഹചര്യം. എന്ത് സംഭവിക്കുന്നു? ഓരോ നിമിഷത്തിലും എവിടെയൊക്കെ മിസൈലുകൾ വരുന്നു, എവിടെയൊക്കെ ബോംബ് പൊട്ടുന്നു. ഇനി പറയാൻ വരട്ടെ, നിങ്ങൾ ആ ബിൽഡിങ്ങുകൾ ശ്രദ്ധിച്ചോ? അതുപോലെ ബസ് ശ്രദ്ധിച്ചു. ഇത് എവിടെയാണ് ലൊക്കേഷൻ? എല്ലാവർക്കും ആ ബിൽഡിങ്ങും ബസ്സും മാത്രം നോക്കിയാൽ മതി, എല്ലാവർക്കും അറിയാം ഇത് എവിടെയാണ് സ്ഥലം, ഏതാണ് ലൊക്കേഷൻ എന്ന്. അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200+ നാഷണാലിറ്റീസ് ഉള്ള ഒരു കൺട്രി, അതിൽ 88%, 88% എക്സ്പാട്രിയേറ്റ് ഉള്ള ഒരു രാജ്യം. അവർക്ക് ഇതൊക്കെ എന്ത്? ഒരു ഡ്രോൺ പോകുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാലോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ വാർത്തയിൽ വന്നിട്ട് അടുത്ത 2 മണിക്കൂറിൽ എന്തും സംഭവിക്കാം, ഇന്ത്യക്കാർക്ക് എന്തും സംഭവിക്കാം, അടുത്ത 2 മണിക്കൂർ വളരെ നിർണായകം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹൈപ്പാക്കി പൊലിപ്പിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അവിടെയൊക്കെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചകളാണ്, പിന്നെ ഉള്ളത് കറുപ്പാളാണ്, പിന്നെ മലയാളീസ് ആണ്. ഇവരാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഫിലിപ്പൈൻസ് ആണെന്നുള്ള ബോയ് ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ടിന്റെ തോളിൽ കൈയിട്ട് അടക്കുണ്ടാവില്ല ഗ്യാപ്സിൽ നിന്നുകാണ്ട്. പിന്നെ പച്ചാളും കറുപ്പാളാണ് ഉള്ളത്. അത് പിന്നെ പറയും വേണ്ടല്ലോ, ഓല് പച്ചാൾ അവിടെ തല്ലോടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓല് ഇതൊരു ആഘോഷമായിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് ബാൽക്കണിയിൽ നിന്നുകാണ്ട് ഷീഷയും വലിച്ച് അല്ലെങ്കിൽ സിഗരറ്റും വലിച്ച് കഥയും പറഞ്ഞ് കുത്തിരിക്കുന്നുണ്ടാവും. അല്ലാത്ത മലയാളീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചായയും കുടിച്ച് കഥ പറഞ്ഞ് കുത്തിരിക്കുന്നുണ്ടാവും അല്ല കഫറ്റേരിയയിലും. അവർക്ക് ഇതൊന്നും ഒരു ഇതല്ല, എന്ത് പുത്തിരിയല്ല. ഇതിലും വലുത് കണ്ടതും ഇതിലും വലിയ മഹാമാരികളും കൊറോണയും COVID-19 ലോക്ക്ഡൗണും ഒക്കെ കഴിഞ്ഞ് അതിജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഡ്രോണോ 1-2 ഡ്രോൺ പാഞ്ഞത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോണിന്റെ വേസ്റ്റ് അവിടെ ഇവിടെയും വീണത് കൊണ്ടോ, ഒരു ബിൽഡിങ്ങിലോ 2 ബിൽഡിങ്ങിനോ അവിടെ തീ കണ്ടത് കൊണ്ടോ ആകാശത്ത് അഗ്നി കണ്ടത് കൊണ്ടോ ഒന്നും അവിടെയുള്ള ആൾക്കാരൊന്നും പേടിക്കാനൊന്നും പോകുന്നില്ല. അവർക്കറിയാം അവർ നിൽക്കുന്ന രാജ്യം സേഫാണ്, വേൾഡ് നമ്പർ 1 ആണെന്നൊക്കെ എല്ലാം അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ന്യൂസ് പ്രവർത്തകരെ, ഇത്തരത്തിലുള്ള ഒരുമാതിരി ഹൈപ്പാക്കുന്ന മറ്റിലെ വർത്താനം പോലെയുള്ള ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ, അത് നിർത്തുന്നതാണ് നല്ലത്. അതൊക്കെ നിങ്ങൾക്ക് പോവും. നാട്ടിൽ കേരളത്തിൽ ഇതൊക്കെ വർക്കൗട്ട് ആവും. ഇതൊന്നും വിദേശത്ത് വർക്കൗട്ട് ആവൂലട്ടില്ലേ? അവിടെയുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അതില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും അന്തം ഉള്ള ആൾക്കാരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ നാട്ടിൽ കടന്നു കണ്ടിട്ട് അടി അടിച്ചാലൊന്നും അവിടെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ നിങ്ങളെ ഇത് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ മത്സരിക്കണം, കോമ്പറ്റീഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ അല്ലേ നടക്കുന്നത്? ന്യൂസ് ചാനലിൽ കോമ്പറ്റീഷൻ അല്ലേ? മറ്റുള്ള ചാനലിനേക്കാൾ മുന്നിൽ നമ്മുടെ ചാനൽ വരണം, കൂടുതൽ പ്രേക്ഷകർ നമ്മളതായിരിക്കണം വാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വ്യൂസ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടണം, കൂടുതൽ വാച്ച് ടൈം നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങളെ വാർത്താ ചാനല് നമ്പർ 1 ആവണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അവിടുന്ന് ഇതിനുള്ള പ്രഷറാണ് അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇല്ലാത്ത ഓരോ കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു വിടുന്നത്. ഇത്തരം അടിയന്തരാവസ്ഥയിൽ ഇത് നിർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരുടെ ചാനൽ ആരും തുറക്കരുത്, കാണരുത്. ഇത് കാണുമ്പോൾ തന്നെ മനുഷ്യന് ഏറെ ദേഷ്യം വരും. ഇത് കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പീസ് ഓഫ് മൈൻഡ് പോകും. ഈ ഇത്തരം വാർത്തകളെങ്കിൽ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള പീസ് ഓഫ് മൈൻഡ് കൂടെ പോകും. ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ സമാധാനം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും വാർത്ത ചെയ്യുന്നുണ്ടെങ്കിൽ, ന്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതിനൊക്കെ ഒരു ശരിയായ രീതി, അതിൻ്റെയൊക്കെ ഒരു പ്രസന്റേഷനൊക്കെ ഒരു രീതി ഉണ്ട്. ആ രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യൂ. ഒരു പ്രൊഫഷണൽ വേയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്ത് നോക്കൂ. എത്ര ആൾക്കാർ അത് കേൾക്കും, എത്ര ആൾക്കാർ അത് അപ്പോൾ എത്ര ആൾക്കാർ കേൾക്കും. അപ്പോഴാണ് ജനങ്ങളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും പൂരപ്പറമ്പിലോ ചന്തയിലോ വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇത് ജനങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പറയുന്നത് അതിന്റെ മര്യാദക്ക് അതിന്റെ രീതിയിൽ പറയുക. അപ്പൊ ഒരുവിധം ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമാണ്. ഡ്രോൺ പോകുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് ഇമോഷണൽ ആവും, ഒന്ന് പുളകം കൊള്ളും. അല്ലാതെ ഈ പെണ്ണ് ഇവിടെ കടന്നു കണ്ട് എന്തൊക്കെയാ അലറി, അത് എന്താ ഇന്ത്യക്കാർ പറയുന്നത് മാത്രം മനസ്സിലാവും, ഇന്ത്യക്കാരെന്ന് പറയുന്നത് മാത്രം മനസ്സിലാവുന്നുണ്ട്. ഇത് മറ്റേ പച്ചക്കറി വണ്ടി ഉണ്ടാവുമല്ലോ, മറ്റേ ഈ വില്ലേജ് കുറച്ച് നമ്മുടെ നാട്ടിൻ പുറത്തു കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ പച്ചക്കറി വണ്ടിയിൽ അല്ലെങ്കിൽ മീൻ വണ്ടിയിലൊക്കെ ഇപ്പോൾ മറ്റേ സ്പീക്കറിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കാണാം, പച്ചക്കറിയെ. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ന്യൂസ് പ്രസന്റേഷന്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ക്രിപ്റ്റ്, എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കണ്ടന്റ് പോലാണെങ്കിലും കുറച്ചും കൂടെ
ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല അതിൻ്റെ സോഴ്സൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോവുക. ഇപ്പോൾ UAE കണ്ടില്ലേ, UAE മീഡിയ വിലക്ക് കൊടുത്തു. എന്താ കൊടുത്തത്? അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസോ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ഫേക്ക് ന്യൂസോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂസ് ചാനൽ അടക്കം പോവും. മാത്രമല്ല അവർക്ക് 2 ലക്ഷം ദിർഹംസോളം അവർക്ക് പിഴ കിട്ടും. 2 ലക്ഷം ദിർഹംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ലൈഫ് ടൈം മുഴുവൻ അവിടെ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആൾക്ക് അത്രയും സമ്പാദിക്കാൻ പറ്റണമെന്നില്ല ചില ആൾക്കാർക്ക്, മനസ്സിലായോ? അപ്പോൾ UAE നിയമങ്ങളാണ് മക്കളെ നിയമങ്ങൾ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇതിലും വലുത് കണ്ടു കഴിഞ്ഞാലും അത് വീഡിയോ എടുക്കാനോ ഒപ്പിയെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാനോ പോസ്റ്റ് ചെയ്യാനോ പോവില്ല. അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ഫൈനും അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അതാകുമ്പോൾ ഇത്ര ഹൈപ്പാക്കുന്നത് കുറച്ച് കമ്മിയാവും. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഹൈപ്പാക്കിയിട്ടായിരിക്കും UAE ശക്തമായ കർശനമായിട്ടുള്ള നടപടി ഇതിനെതിരെ എടുത്ത്. അതാണല്ലോ കഴിഞ്ഞ ദിവസം യൂസഫ് അലി സാർ പറഞ്ഞത്, വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും വലിയ കോൺസിക്വൻസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും അതൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ആരും പേടിക്കേണ്ട കാര്യമില്ല. UAE സേഫാണ്, ഗൾഫ് രാജ്യങ്ങൾ സേഫാണ്. എല്ലാ വിധത്തിലും അവർ സന്നദ്ധരാണ്. സേനയാണെന്നുണ്ടെങ്കിലും ആർമി ആണെങ്കിലും ഡിഫൻസ് ആണെന്നുണ്ടെങ്കിലും നേവി ആണെങ്കിലും അവിടുത്തെ എല്ലാം കൊണ്ടും. പിന്നെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും 6 മാസം വരെ അവിടെ കഴിയാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആൾറെഡി അവിടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കാരൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഒരു രാജ്യക്കാരും പേടിക്കേണ്ടതില്ല. ഇങ്ങനെ ന്യൂസ് കൊടുത്ത് ഇങ്ങനത്തെ ന്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നിയോണ്ട് വന്ന് പറഞ്ഞതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.